ഒരു സിനിമ, ഒരു സ്ത്രീയുടെ പേരിൽ ഒരു സിനിമ ഓടിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ യാഥാർത്ഥ്യം അതാണ്. ശരിക്കും ഉള്ള കാര്യത്തിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം ഒരു സ്ത്രീ വന്നിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് ഹിറ്റായി, അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഗസ്റ്റായിട്ടെങ്കിലും ഈ പറഞ്ഞ സോക്കോൾഡ് ഒരു ബിസിനസ് ഉള്ള ഒരു നടനെ കൊണ്ടുവരും. ഏത് വലിയ മുൻനിര നിൽക്കുന്ന നടിയെ ഒരു സിനിമയിൽ അഭിനയിച്ചാലും അതിനകത്ത് ഗസ്റ്റ് റോളിലെങ്കിലും ഈ പറഞ്ഞ സോക്കോൾഡ് നടന്മാരുടെ ഒരു തലയെങ്കിലും കാണിച്ചിരിക്കും. എന്തിനാണ്? കാരണം ജനങ്ങളുടെ വേണ്ടുന്ന ആരെയാണ്? സ്ത്രീയെ മാത്രമോ? അത് ഇന്നയാളുടെ പടമോ? അത് നമുക്ക് OTT വരുമ്പോൾ കാണാം. അതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് അതെടുക്കാനായിട്ട് എന്തുകൊണ്ട് കമ്പനികൾ റെഡി ആവുന്നില്ല? അവർക്ക് ബിസിനസ് കൊടുക്കുന്ന ആരാണ്? OTT കമ്പനികൾ റെഡി ആവുന്നില്ല അതെടുക്കാൻ. സാറ്റലൈറ്റ് എടുക്കുന്നില്ല, തിയേറ്ററിൽ ആൾ കയറുന്നില്ല. അതെല്ലാം വളരെ യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ പറഞ്ഞ സ്ത്രീകൾ 2-3 സ്ത്രീകൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും ഒരു 30-35 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അമ്മ റോളിലേക്ക് വിളിക്കാൻ തുടങ്ങും. ഈ പറഞ്ഞ ആണുങ്ങളെ അപ്പൻ റോളുകളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവരെന്നും കോളേജ് കുമാരന്മാരായിട്ട് ഇരിക്കാനായിട്ട് കാണുന്നു ആൾക്കാർ. വയസ്സറിയിക്കുന്നില്ല. സ്ത്രീകളെ പെട്ടെന്ന് ഇപ്പോൾ ഒരു 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നായികയായിട്ട് വേണ്ട. പിന്നെ എല്ലാവർക്കും 18 വയസ്സ് 20 വയസ്സുള്ള ആളെ 25 വയസ്സുള്ള ആളെയാണ് ഹീറോയിനായിട്ട് വേണ്ടത്. ആണുങ്ങൾക്ക് അങ്ങനെ ഇല്ല.